ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യയിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഹു വാസ് പോട്ടി ശ്രീരാമലു ആൻഡ് വാട്ട് വാസ് ഹിസ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്? പോട്ടി ശ്രീരാമലു ആരായിരുന്നു? ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സിന്റെ ഫോർമേഷനിൽ അദ്ദേഹത്തിന്റെ റോള് എന്തായിരുന്നു? പോട്ടി ശ്രീരാമലു വന്നിട്ട് മദ്രാസ് സ്റ്റേറ്റിലുള്ള തെലുങ്കു സ്പീക്കിംഗ് റീജിയനിൽ നിന്നും വന്നിട്ടുള്ള ഗാന്ധിയൻ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്ട്രോങ് ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ തെലുങ്കു സംസാരിക്കുന്ന ജനങ്ങൾക്ക് ആന്ധ്ര എന്ന സ്റ്റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെന്നായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഫാസ്റ്റിംഗ് കടന്നിരുന്നു. ഈ ഒരു ഫാസ്റ്റിംഗ് സമയത്ത് 58 ദിവസത്തിന് ശേഷം അദ്ദേഹം 1952 മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡെത്ത് വന്നിട്ട് പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കുകയും 1953 ആന്ധ്ര സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഗവൺമെന്റിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആന്ധ്ര ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആയിട്ട് മാറിയത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. പോട്ടി ശ്രീരാമലു വാസ് എൻ ഗാന്ധിയൻ ആക്ടിവിസ്റ്റ് ഫ്രം ദ തെലുങ്കു സ്പീക്കിംഗ് റീജിയൻ ഓഫ് മദ്രാസ് സ്റ്റേറ്റ്. He strongly demanded the creation of a separate state of Andhra for Telugu speaking people. He undertook a fast unto death for this cause and died after 58 days in 1952. His death led to widespread protest and forced the government to create the state of Andhra in 1953, opening the door for the linguistic reorganization of all states. Question: What was the privy purse? Privy purse പറഞ്ഞാൽ എന്താണ്? പ്രൈവി പേഴ്സ് എന്ന് പറയുന്നത് ഫോമർ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലുള്ള റൂളേഴ്സിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ആനുവൽ പേയ്മെന്റ് ആണ്. അപ്പൊ ഇത് വന്നിട്ട് അവർ നേരത്തെ എഴുതിയ എഗ്രിമെന്റിന്റെ ഒരു പാർട്ടാണ്. അതായത് അവരുടെ സ്റ്റേറ്റ്സ് ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പാർട്ടാണിത്. അപ്പൊ ഇത് അവരുടെ റൂളിംഗ് പവേഴ്സും അതുപോലെ തന്നെ ഇൻകം ലോസ് ചെയ്തതിന്റെ കോമ്പൻസേഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ പ്രൈവി പേഴ്സ് വന്നിട്ട് 1971 ഇന്ദിരാഗാന്ധിന്റെ അണ്ടറിൽ വെച്ചിട്ട് ഗവൺമെന്റ് അബോളിഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The privy purse was an annual payment given by the government of India to the rulers of the former princely states. This was a part of the agreement through which they agreed to merge their states with India. It was meant to compensate them for the loss of their ruling powers and income. The privy purse was abolished by the government under Prime Minister Indira Gandhi in 1971. Question: What was the purpose of the nationalization of banks in 1969? 1969 ബാങ്ക്സ് നാഷണലൈസേഷന്റെ പർപ്പസ് എന്തായിരുന്നു? 1969 വരെ ഇന്ത്യയിലുള്ള എല്ലാ മേജർ ബാങ്ക്സും പ്രൈവറ്റ്ലി ഓൺഡ് ആയിരുന്നു. ഈ ബാങ്ക്സ് വന്നിട്ട് ബിഗ് ഇൻഡസ്ട്രീസിന് മാത്രമായിരുന്നു സർവീസസ് നൽകിയിരുന്നത്. അതായത് കോമൺ പീപ്പിൾ ഫാമേഴ്സിനൊന്നും ലോൺസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധിന്റെ അണ്ടറിലുള്ള ഗവൺമെന്റ് ഇന്ത്യയിലുള്ള 14 മേജർ ബാങ്ക്സിനെ നാഷണലൈസ്ഡ് ചെയ്തു. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള എല്ലാ സെക്ഷൻസിനും ബാങ്കിങ് സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യാനായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കൺട്രിയുടെ സേവിങ്സ് വന്നിട്ട് നാഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിരുന്നു. അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Before 1969, most major banks in India were privately owned. These banks often catered only to big industries and did not provide loans to common people or farmers. The government under Indira Gandhi nationalized 14 major banks to change this. The aim was to extend banking services to all sections of society and use the country's savings for national development. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: Who are the key figures in India's Science and Space Program? ഇന്ത്യയിലുള്ള സയൻസ് ആൻഡ് സ്പേസ് പ്രോഗ്രാംസിന്റെ കീ ഫിഗേഴ്സ് ആരൊക്കെയായിരുന്നു? അപ്പൊ ഇന്ത്യന്റെ സയന്റിഫിക് ഡെവലപ്മെന്റിന്റെ ഫൗണ്ടേഷൻ ലേ ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതേപോലെ ഡോക്ടർ ഹോമി ജെ ബാബയാണ് ന്യൂക്ലിയർ പ്രോഗ്രാം, ഇന്ത്യയിലുള്ള ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഫാദർ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. പിന്നെ ഡോക്ടർ വിക്രം സാരാഭായിനെയാണ് ഇന്ത്യയിലുള്ള സ്പേസ് പ്രോഗ്രാമിന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മിസൈൽ ടെക്നോളജിയിലുള്ള വർക്ക് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് വന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Jawaharlal Nehru laid the foundation for scientific development in India.
Dr. Homi J. Bhabha is known as the father of India's nuclear program. Dr. Vikram Sarabhai is considered the father of India's space program. Dr. APJ Abdul Kalam is called the missile man of India for his work on missile technology. Question: What was the Bhutan movement? Bhutan movement എന്തായിരുന്നു? ഭൂതാൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ലാൻഡ് ഗിഫ്റ്റ് മൂവ്മെന്റ് 1951 വിനോബാവെ സ്റ്റാർട്ട് ചെയ്ത ഒരു വോളണ്ടറി ലാൻഡ് റിഫോം മൂവ്മെന്റ് ആയിരുന്നു. അപ്പോൾ വിനോബാവെ വില്ലേജ് തോറും കയറി ഇറങ്ങി വെൽത്തി ആയിട്ടുള്ള ലാൻഡ് ഓണേഴ്സിനോട് അവരുടെ ലാൻഡിന്റെ ഒരു പോർഷൻ ഡൊണേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ലാൻഡൊക്കെ പുവർ ആയിട്ടുള്ള ലാൻഡ്ലെസ് ഫാമിലീസിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇതിന് ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Bhutan movement or land gift movement was started by Vinoba Bhave in 1951. It was a voluntary land reform movement. Vinoba Bhave walked from village to village, asking wealthy landowners to voluntarily donate a portion of their land. The donated land was then distributed among landless poor families. Question: What was the role of the Kothari Commission in Indian education? ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ കൊത്താരി കമ്മീഷന്റെ റോള് എന്തായിരുന്നു? ഇപ്പോൾ കൊത്താരി കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത് 1964 ഇത് എന്തിനാണ് അപ്പോയിന്റ് ചെയ്ത് വെച്ചാൽ എഡ്യൂക്കേഷന്റെ നാഷണൽ പാറ്റേണിൽ അഡ്വൈസ് കൊടുക്കാനായിരുന്നു. അപ്പോൾ ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഡോക്ടർ DS കൊത്താരി ആയിരുന്നു. ഇത് വന്നിട്ട് പ്രൈമറി മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള എല്ലാ ലെവൽസിൽ എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയതുള്ള റിപ്പോർട്ട് അനുസരിച്ച് 1968 എഡ്യൂക്കേഷന്റെ മേലെ ഒരു നാഷണൽ പോളിസി ഫോർമുലേഷൻ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Kothari Commission was appointed in 1964 to advise on the national pattern of education. It was headed by Dr. DS Kothari. It made comprehensive recommendations for the development of education at all levels from primary to university. Its report led to the formulation of the National Policy on Education 1968. Question: What were the major education commissions appointed in independent India? Independent ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള മേജർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കമ്മീഷൻസ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. 1948 അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. പിന്നെ 1952 ഡോക്ടർ ലക്ഷ്മൺ സ്വാമി മുതലിയാർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. ഇത് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഫോക്കസ് ചെയ്തത്. പിന്നെ 1964 വന്ന കമ്മീഷനാണ് ഡോക്ടർ DS കൊത്താരി കമ്മീഷൻ. അപ്പോൾ ഇത് എഡ്യൂക്കേഷനിലുള്ള നാഷണൽ പാറ്റേൺ ആണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. After independence, several commissions were appointed to improve the education system. The Dr. Radhakrishnan Commission in 1948 focused on university education. The Dr. Lakshmanaswamy Mudaliyar Commission 1952 focused on secondary education. The Dr. DS Kothari Commission in 1964 recommended a national pattern of education. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: What was the JVP committee? JVP committee എന്തായിരുന്നു? ഇപ്പോൾ JVP കമ്മിറ്റി 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോയിന്റ് ചെയ്തൊരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിനകത്ത് 3 ലീഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേലും അതുപോലെ പട്ടാഭി സീതാരാമയ്യ. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ബേസിസിലുള്ള സ്റ്റേറ്റ്സ് ക്രിയേഷന്റെ ഡിമാൻഡ് എക്സാമിൻ ചെയ്യുക എന്നാണ്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി ആദ്യം ഇതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷെ ഡിമാൻഡ് കൂടിയതുകൂടി അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The JVP committee was appointed by the Indian National Congress in 1948. The committee consisted of 3 leaders: Jawaharlal Nehru, Vallabhbhai Patel, and Pattabhi Sitaramayya. Its purpose was to re-examine the demand for the creation of states on a linguistic basis. The committee initially advised against it, fearing it would threaten national unity, but the demand continued to grow. How was the state of Kerala formed? കേരള സ്റ്റേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്തത്? ഇപ്പോൾ കേരള സ്റ്റേറ്റ് November 1, 1956 ഫോം ചെയ്തത്. ഇത് വന്നിട്ട് സ്റ്റേറ്റ്സിന്റെ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷന്റെ പാർട്ടായിട്ടാണ് ക്രിയേറ്റ് ആയത്.
അപ്പോൾ ഇതെങ്ങനെ ഫോം ചെയ്തു വെച്ചാൽ മലയാളം സ്പീക്കിംഗ് റീജിയൻസ് ആയിട്ടുള്ള ട്രാവൻകൂറും കൊച്ചിയും അതുപോലെ തന്നെ മദ്രാസ് സ്റ്റേറ്റിലുള്ള മലബാർ ഡിസ്ട്രിക്ട് റീജിയൻസും മെർജ് ചെയ്തിട്ടാണ് കേരള ഫോം ആയത്. 1957 കേരളയുടെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് EMS നമ്പൂതിരിപ്പാടിനെയാണ് അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The state of Kerala was formed on November 1st, 1956. It was created as a part of the linguistic reorganization of the states. It was formed by merging the Malayalam speaking regions of Travancore, Cochin and the Malabar district of Madras state. EMS Namboodiripad became the first Chief Minister of Kerala in 1957. Question: What is India's policy of mixed economy? ഇന്ത്യയുടെ മിക്സഡ് എക്കോണമി പോളിസി എന്താണ്? ഇപ്പൊ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് ക്യാപിറ്റലിസം സോഷ്യലിസവും കമ്പൈൻ ചെയ്തു വരുന്ന എക്കണോമിക് സിസ്റ്റം ആണ്. അപ്പൊ ഈ ഒരു എക്കണോമി മോഡലിനകത്ത് പബ്ലിക് സെക്ടറും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് പബ്ലിക് സെക്ടറിനകത്ത് കീ ഇൻഡസ്ട്രീസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതേസമയം പ്രൈവറ്റ് സെക്ടറിലോട് എക്കണോമിക് ഡെവലപ്മെന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് എൻകറേജ് ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A mixed economy is an economic system that combines the elements of both capitalism and socialism. In India's mixed economy model, both the public sector, that is government-owned enterprises, and the private sector coexist. The government established key industries in the public sector. At the same time, the private sector was also encouraged to contribute to economic development. Question: What was the Radcliffe line? റാഡ്ക്ലിഫ് ലൈൻ എന്തായിരുന്നു? ഇപ്പൊ ഇന്ത്യനെയും പാകിസ്ഥാനെയും ഡിവൈഡ് ചെയ്യുന്ന ബൗണ്ടറി ലൈനാണ് റാഡ്ക്ലിഫ് ലൈന്. അപ്പൊ ഇത് ഡ്രോ ചെയ്തത് ബ്രിട്ടീഷ് ലോയർ ആയിട്ടുള്ള സർ സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു. അപ്പൊ 1947 ഇദ്ദേഹം ഇത് ഡ്രോ ചെയ്തത്. അപ്പൊ ഈ ഒരു ലൈൻ വന്നിട്ട് പഞ്ചാബിന്റെയും നാഷണലിനെയും പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Radcliffe line is the boundary line that divides India and Pakistan. It was drawn by a British lawyer, Sir Cyril Radcliffe, in 1947. The line partitioned the provinces of Punjab and Bengal. The drawing of this line led to the tragic partition of the country. Subscribe to this channel for more videos like this. Question: Who is known as the father of Green Revolution in India? ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പൊ ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അപ്പൊ ഇന്ത്യയിലോട്ട് ഹൈ ഈൽഡിംഗ് വീറ്റ് വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യാനുള്ള ലീഡിംഗ് റോള് ഇദ്ദേഹമാണ് പ്ലേ ചെയ്തത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വർക്ക് വന്നിട്ട് ഇന്ത്യനെ ഫുഡ് ഡെഫിഷ്യന്റ് കൺട്രിയിൽ നിന്നും ഫുഡ് സർപ്ലസ് കൺട്രി ആക്കി ട്രാൻസ്ഫോം ചെയ്തു. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Dr. MS Swaminathan is known as the father of the Green Revolution in India. He was a geneticist who played a leading role in developing and introducing high-yielding wheat varieties in India. His work helped to transform India from a food-deficient country to a food surplus one. He is a highly respected agricultural scientist. Question: What was the White Revolution? White Revolution പറഞ്ഞാൽ എന്താണ്? വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യനെ വേൾഡിൽ വെച്ചിട്ട് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ആക്കി മാറ്റിയ ഒരു മൂവ്മെന്റ് ആണ്. ഇത് ലഡ് ചെയ്തത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. അപ്പൊ ഇതിനകത്ത് മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനെ കോപ്പറേറ്റീവ്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം പറയണമെങ്കിൽ ഗുജറാത്തിലുള്ള അമൂല്. അപ്പൊ ഈ ഒരു മൂവ്മെന്റിന് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു മൂവ്മെന്റ് ഇന്ത്യയിലുള്ള ഡയറി സെക്ടർ വളരെയധികം ഇംപ്രൂവ് ചെയ്തു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The White Revolution refers to the movement that made India the world's largest milk producer. It was led by Dr. Varghese Kurian. It involved organizing milk producers into cooperatives like Amul in Gujarat. This movement, also known as Operation Flood, greatly improved the dairy sector in India. Question: What is the main achievement of Kerala in the health sector? Health sector le Keralathinte main achievement എന്താണ്? ഇപ്പൊ കേരളത്തിന്റെ മെയിൻ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ലോ കോസ്റ്റിൽ ജനങ്ങൾക്ക് ഗുഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. ഇപ്പൊ കേരള സ്റ്റേറ്റിനകത്ത് ഹെൽത്ത് സെന്റേഴ്സിന്റെയും പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിന്റെയും ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് തന്നെ ഉണ്ട്. അപ്പൊ ഇത് വന്നിട്ട്
ലോ ഇൻഫാന്റ് മോർട്ടാലിറ്റി, അതുപോലെ തന്നെ ഹൈ ലൈഫ് എക്സ്പെക്ടൻസി പോലെയുള്ള ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് റിസൾട്ട് ചെയ്യുന്നത്. ഈ ഒരു അച്ചീവ്മെന്റ്സ് നമുക്ക് മറ്റു ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് കമ്പയറബിൾ ആണ്. അത് മാത്രമല്ല ഇതൊരു കേരള മോഡലിന്റെ കീ പാർട്ടും കൂടിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. കേരളാസ് മെയിൻ അച്ചീവ്മെന്റ് is providing good quality healthcare to its people at a low cost. The state has a strong network of public health centers and hospitals. This has resulted in health indicators like low infant mortality and high life expectancy. These achievements are often compared to those of developed countries and are a key part of the Kerala model. Question: what is the non-aligned movement or NAM? Non-aligned movement പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ വരുന്ന ഒരു കീ പാർട്ടാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ്. കോൾഡ് വാർ സമയത്ത് രണ്ട് മേജർ പവർ ബ്ലോക്കിൽ ജോയിൻ ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇന്ത്യയിൽ നോൺ അലൈൻഡ് മൂവ്മെന്റ് ലീഡ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പൊ ഈ ഒരു മൂവ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് വേൾഡ് പീസ് പ്രൊമോട്ട് ചെയ്യുകയും പുതിയതായിട്ട് വന്ന ഫ്രീ നേഷൻസിന്റെ ഇൻഡിപെൻഡൻസുമാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ നോൺ അലൈൻഡ് മൂവ്മെന്റ് വാസ് എ കീ പാർട്ട് ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി. It was a group of countries that chose not to formally align with or against any major power bloc during the Cold War. India, under the leadership of Jawaharlal Nehru, was one of the founding members of NAM. The movement aimed to promote world peace and the independence of newly free nations. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.